നമസ്കാരം. ന്യൂസ് സ്കാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ ഇൻഫർമേഷനുകൾ നിങ്ങളിലേക്ക് എത്തുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ പേരിലേക്ക് ഇൻഫർമേഷൻ എത്തുന്നതിനായി വീഡിയോ ലൈക്ക് ചെയ്തു കൂടി കാണുക. സംസ്ഥാനത്തെ 60 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു ഇൻഫർമേഷനാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. 2024 ഏപ്രിൽ മാസം മുതലുള്ള പെൻഷൻ തുക കൃത്യമായി വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. നിലവിൽ ഡിസംബർ മാസം മുതൽ ഏപ്രിൽ മാസം വരെയുള്ള 5 മാസത്തെ ക്ഷേമ പെൻഷനുകളാണ് കുടിശ്ശിക ആയിട്ടുള്ളത്. ഈ കുടിശ്ശിക മുഴുവൻ തീർത്ത് നൽകണമെങ്കിൽ ഓരോ പെൻഷൻ ഗുണഭോക്താവിനും 8000 രൂപ വച്ച് സർക്കാർ ഈ മാസം നൽകേണ്ടി വരും. അതിനുള്ള സാമ്പത്തിക സ്ഥിതി നിലവിൽ സർക്കാരിന് ഇല്ലാത്തതിനാൽ ഡിസംബർ മാസത്തെ കുടിശ്ശിക പെൻഷൻ തുകയായ 1600 രൂപ മാത്രം ഈ മെയ് മാസത്തിൽ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികളാണ് ധനവകുപ്പിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. പെൻഷൻ വിതരണ കമ്പനി ട്രഷറിയിൽ നിക്ഷേപിച്ചിരിക്കുന്ന തുക പെൻഷൻ വിതരണത്തിനായി പിൻവലിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലായതിനാലാണ് പെൻഷൻ കമ്പനിക്ക് പണം തിരികെ ലഭിക്കുന്നത് വൈകുന്നതിനുള്ള കാരണം. കുടിശ്ശികയായ ഡിസംബർ മാസത്തിലെ പെൻഷൻ തുക 2024 മെയ് മാസം 25-ന് ശേഷം വിതരണം ആരംഭിക്കും എന്നുള്ള ഇൻഫോർമേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ 60 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം ലഭ്യമാകും. 2 മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്താണ് 1 മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുവാനായി സംസ്ഥാനം തീരുമാനിച്ചിരിക്കുന്നത്. 900 കോടി രൂപയാണ് ഇതിന് ആവശ്യമായി വരിക. കൃത്യമായി മസ്റ്ററിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു പെൻഷൻ തുക ആദ്യം അക്കൗണ്ടുകളിലേക്കും അതോടൊപ്പം തന്നെ 2-3 ദിവസത്തിനകം കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്നവർക്ക് അവരുടെ വീടുകളിലേക്കും എത്തിച്ചേരുന്നതാണ്. ഇതോടൊപ്പം തന്നെ 4 മാസത്തെ പെൻഷൻ തുക വീണ്ടും കുടിശ്ശികയാകുന്ന സാഹചര്യത്തിൽ കൂടുതൽ തുകയ്ക്കുള്ള വായ്പാ അനുമതി ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനം കേന്ദ്രത്തിന് ഇന്നലെ കത്തും നൽകി കഴിഞ്ഞു. ഇത് സംബന്ധിച്ചുള്ള പുതിയ തീരുമാനങ്ങളും പുതിയ പെൻഷൻ വിതരണ ഉത്തരവുകളും വരുന്ന ആഴ്ചയിൽ പുറത്തിറക്കുന്നതായിരിക്കും. ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരുടെ പെൻഷൻ ഡാറ്റ ശുദ്ധീകരണ നടപടി ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി സാമൂഹിക സുരക്ഷാ പെൻഷൻ പോർട്ടലായ സേവന സോഫ്റ്റ്വെയറിൽ പെൻഷൻ ഗുണഭോക്താക്കളുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ പിശകുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ഏതാണോ അവിടങ്ങളിൽ രേഖകൾ ഹാജരാക്കി തിരുത്തലുകൾ വരുത്തണമെന്ന് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചിരിക്കുകയാണ്. പെൻഷൻ ഡാറ്റ ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായി ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരുടെ വിവരങ്ങൾ പരിശോധിച്ച് പിശകുകൾ തിരുത്തുന്നതിനും ആധാർ ഒതന്റിഫിക്കേഷൻ പൂർത്തിയാക്കുവാനും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.